ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. രഹസ്യമായി ബസ്സുകളുടെ ഫോട്ടോയെടുത്ത് പിഴ ചുമത്തുന്ന നടപടി തങ്ങളെ കടക്കണിയിലാക്കുമെന്ന് ബസ് ഉടമകൾ. ഇതിനെതിരെ ഡിവൈഎസ്പിക്കും ജോയിന്റ് RTOയ്ക്കും പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് പെരിന്തൽമണ്ണ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ജില്ലയിൽ ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും പോലീസ് ചുമതലപ്പെടുത്തുന്ന ഹോംഗാർഡും പോലീസും മോട്ടോർ വാഹന വകുപ്പും ബസ്സുകളുടെ ഫോട്ടോ അറിയാതെ എടുത്ത് നിസ്സാര കാരണങ്ങൾക്ക് പിഴ ചുമത്തുന്നത് തങ്ങളെ കടക്കണിയിലാക്കുകയാണെന്നാണ് ബസ് ഉടമകളുടെ പരാതി. ദിവസവും 1000-ഉം 2000-ഉം പിഴയടക്കേണ്ട സ്ഥിതിയിലാണ് പല ബസ് ഉടമകളും. ഈ ചലാൻ വഴിയും മറ്റും പിഴ ചുമത്തിയത് ഫോണിലേക്ക് SMS വരുമ്പോഴാണ് ബസ് ഉടമകൾ വിവരം അറിയുന്നത്. ഇത് വലിയ കടബാധ്യതയാണ് വരുത്തിവെക്കുന്നതെന്ന് പെരിന്തൽമണ്ണ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ കണ്ടുകൊണ്ടുവരുന്നത് അങ്ങാടിപ്പുറത്ത് ഭയങ്കര ബ്ലോക്കാണ്. അതുപോലെ നമ്മുടെ ആയിഷ ജംഗ്ഷനിൽ ബ്ലോക്ക് ഉണ്ട്, ചില്ലീസിൻ്റെ അവിടെ ബ്ലോക്ക് ഉണ്ട്, പെരിന്തൽമണ്ണ ജംഗ്ഷനിലും ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കിനിടയിലൂടെ ബസ് തൊഴിലാളികൾ ടൈം കൃത്യത പാലിച്ച് ഓടേണ്ട ഈ ബസ് എന്തെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും ചെറിയ ഒരു മിസ്റ്റേക്ക് കണ്ടാൽ, ഒരു ട്രാഫിക് ലംഘനം കണ്ടാൽ, അത് ഈ ഹോം ഗാർഡും ട്രാഫിക്കിൽ നിർത്തിയ പോലീസുകാരും ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഭീമമായ തുക ഈ ബസ്സിൻ്റെ പേരിൽ അടിക്കുക. ഇവർക്ക് ഒരു പണിയും ചെയ്യാതെ മൊബൈൽ കൊണ്ട് നടന്ന് ഫോട്ടോ എടുക്കുന്നുള്ള പണി മാത്രമാണ് പെരിന്തൽമണ്ണ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബസ് തൊഴിലാളികൾക്കും ബസ് ഉടമസ്ഥർക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വളരെ ദയനീയമായ അവസ്ഥയുള്ളത്. ഇതിനെതിരെ ഞങ്ങൾ CIT യൂണിയൻ എന്ന രീതിയിൽ ട്രാഫിക് SIയുടെയും മറ്റൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെയും അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. ഗുരുതരമായ ട്രാഫിക് ലംഘനമല്ല, ചെറിയ ട്രാഫിക് ലംഘനം പറഞ്ഞിട്ട് ഭീമമായ ഫൈൻ 2500-3000 രൂപയൊക്കെയാണ് ഓരോ ബസ്സുകാർക്കും ഫൈൻ ഇട്ട് വരുന്നത്. റെസീറ്റ് കിട്ടാറുണ്ട്. ഇതേ സ്ഥിതിയിൽ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ നോക്കിയ ബൈക്ക് പോണ് ഈ ബസ്സിൻ്റെ ഉള്ളിൽ ബസ് സ്റ്റാൻഡിൽ കൂടി നമ്മൾ പല പരാതി കൊടുത്താണ്. ബസ് സ്റ്റാൻഡ് ബസ്സുകൾക്ക് അനുവദിച്ചു തരണം, സ്റ്റാൻഡ് പൈസ കൊടുത്തുകൊണ്ട് ആളെ കയറ്റാൻ വരുന്ന ബസ്സുകളുടെ ഈ ഇടയിൽ കൂടി കാറ്, ബൈക്ക്, പ്രൈവറ്റ് വാഹനങ്ങൾ പോണതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നുമില്ല. പല പ്രാവശ്യത്തിന് പരാതി കൊടുത്താണ്. പിന്നെ ഈ ഒരു സിസ്റ്റം പട്ടാമ്പി റോഡ് വൺ വേ ആയിട്ട് ഉപയോഗിക്കാൻ ഇവരാരും പോലീസിൻ്റെ ഭാഗത്തുനിന്നോ RTOൻ്റെ ഭാഗത്തുനിന്നോ ഒരു നടപടി ഉണ്ടാവാറില്ല. പരാതി കൊടുക്കണോൻ കുറ്റക്കാരനായിട്ട് മാറുകയാണ് ഇവിടെ ഉണ്ടാവുന്നത്. എന്താണ് കുറ്റമെന്നോ എവിടെ നിന്നാണ് ഫോട്ടോ എടുത്തതെന്നോ അറിയാത്ത അവസ്ഥയാണ്. ബസ്സുകൾ ഫിറ്റ്നസ് ആവശ്യത്തിനോ മറ്റോ പോകുന്ന സമയത്ത് മാത്രമാണ് ഇത് അറിയുന്നത്. ഹോം ഗാർഡുകളാണ് അറിയാതെ ഫോട്ടോ എടുത്ത് ബുദ്ധിമുട്ടിക്കുന്നതെന്നും ഇതിനെതിരെ DYSPക്കും ജോയിന്റ് RTOക്കും പരാതി നൽകുമെന്നും മുഹമ്മദ് അലി ഹാജി അറിയിച്ചു. കുറച്ച് കാലങ്ങളായിട്ട് ട്രാഫിക് പോലീസ്, അതുപോലെ തന്നെ ഹോം ഗാർഡ്, ഇവരൊക്കെ യഥാർത്ഥ പണിയല്ല അവരെടുക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം, കേരളത്തിൽ മൊത്തത്തിൽ നിയമസഭയിൽ വരെ പോരാട്ടം സൃഷ്ടിച്ച ഒരു ഇതാണ് പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരുക്ക്. ഈ ഗതാഗതക്കുരുക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്ന ബസ്സുകൾ, ടൈം നഷ്ടപ്പെട്ട് ഓടി വരുന്ന ബസ്സുകളെ മുന്നിൽ നിന്നുകൊണ്ട് അത് തടഞ്ഞു നിർത്തുകയും അതോടൊപ്പം തന്നെ ആരും അറിയാത്ത രീതിയിൽ ക്യാമറയിൽ വെച്ച് ഫോട്ടോ എടുത്ത് അവർ ഫൈൻ ചുമത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഫൈന് നമ്മൾ വണ്ടിയുടെ CFൽ ചെല്ലുന്ന സമയത്താണ് 8ഉം 10ഉം CF ചാർജുകളുള്ളതായിട്ട് അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് ഭീമമായ നഷ്ടം ബസ് ഉടമകൾക്ക് നേരിടുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് പല തവണ ഞങ്ങൾ ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട അധികാരികളെ അറിയിച്ചെങ്കിലും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇനി DSPക്കും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട മന്ത്രിമാർക്കും ഇതുമായി പരാതി ഞങ്ങൾ നൽകുന്നുണ്ട്. എന്നിട്ടും ഒരു തീരുമാനം കിട്ടിയിട്ടില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കുമായി ഇതുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ അസോസിയേഷനും ജീവനക്കാരും അതിന് തയ്യാറായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അറിയിക്കാൻ. പെരിന്തൽമണ്ണയിൽ ഫോട്ടോ എടുത്ത പിഴ ഈടാക്കുന്നത് വർദ്ധിച്ചതോടെ ബസ് ഉടമകൾ വലിയ ആശങ്കയിലാണ്. ഇത്തരം നടപടി തുടർന്നാൽ നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ശക്തമായ നടപടി ഇല്ലാതിരുന്നാൽ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നയിക്കുമെന്നും പെരിന്തൽമണ്ണ ബസ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു. അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.